കേക്ക് മുറി വിവാദമാണ് വീണ്ടും അല്ലേ കഴിഞ്ഞ 2 ദിവസങ്ങളായി പുകയുന്നു. അതിൽ പല പ്രതികരണങ്ങൾ വരുന്നു. ആ പ്രതികരണങ്ങളിൽ നടപടി വേണമെന്ന ആവശ്യം. സാദിഖ് അലി തങ്ങൾക്കെതിരായ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പരാമർശത്തിൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. സംസ്ഥാന നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ലീഗ് അനുകൂല വിഭാഗം ജിഫ്രി തങ്ങൾക്ക് കത്ത് നൽകി. അതെ, ഇംതിയാസ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഇംതിയാസ്, കേക്ക് മുറി വിവാദം വീണ്ടും പുകയാണല്ലോ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി ആൻഡ് ദിവിഷ് മണി, തീർച്ചയായിട്ടും ഈ സാദിഖ് അലി തങ്ങൾക്കെതിരായ കേക്ക് മുറി വിവാദത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സമസ്തയുടെ യുവജന നേതാവായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവാണ് ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹമായിരുന്നു സാദിഖ് അലി തങ്ങൾക്കെതിരെ ഇത് മതാചാരപ്രകാരമായ ആഘോഷങ്ങളിൽ, മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, അത് ഇസ്ലാം വിരുദ്ധമാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയിരുന്നത്. ഇതിന് പിന്നാലെ തന്നെ കാന്തപുരം വിഭാഗവും രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധനായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് സമസ്തക്കും ലീഗിനുമിടയിൽ വിള്ളലുണ്ടാക്കാനും ഒരു ആയുധം കിട്ടുമ്പോൾ പാണക്കാടിനെതിരെ അത് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം, അതായത് ഈ മൊയ്തീൻ ഫൈസി പുത്തനഴി, അതുപോലെ തന്നെ അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയ നേതാക്കൾ ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ സമസ്തയുടെ എല്ലാവിധ സംഘടനകളിൽ, അതായത് പോഷക സംഘടനകളിൽ നടക്കം ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജിഫ്രി തങ്ങൾക്ക് മുൻപാകെ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ അത് ഉമർ ഫൈസി നേരത്തെ സാദിഖ് അലി തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശത്തെക്കാൾ കടന്ന ഒരു പരാമർശമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയിരിക്കുന്നത് എന്നും ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ നേരത്തെ പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ വന്നുകൊണ്ട് സമസ്തക്കും ലീഗിനുമിടയിൽ വിള്ളലുണ്ടാക്കരുത്, ഒരു ഐക്യാഹ്വാനമൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ആ ഐക്യാഹ്വാനത്തെയൊക്കെ തകർക്കുന്ന രീതിയിലാണ് ഹമീദ് ഫൈസി ഇപ്പോൾ സാദിഖ് അലി തങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നും പരാമർശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇത് അടുത്ത ദിവസങ്ങളിൽ ഇനി അടുത്ത് ചേരാനിരിക്കുന്ന മുഷാവറ യോഗത്തിലടക്കം ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിഷയം വരികയും അദ്ദേഹവുമായിട്ടുള്ള നടപടി സംഘടനകളിൽ നിന്ന് പുറത്താക്കണമോ എന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുമാത്രവുമല്ല, ഈ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ ഉയരുന്ന മറ്റൊരു ആരോപണമെന്ന് പറയുന്നത് അദ്ദേഹം നടത്തുന്ന ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന്, അതായത് CPM സുഖിപ്പിക്കും വിധമുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാനാണ് ഇടയ്ക്കിടയ്ക്ക് പാണക്കാടിനെതിരെ സാദിഖ് അലി തങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരുന്നത് എന്നാണ് ഉയരുന്ന മറ്റൊരു പരാമർശം അദ്ദേഹത്തിനെതിരെ ലീഗ് അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. മോത്തി.